എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ആനയിൽ നിന്ന് മാറാനുള്ള സാഹചര്യങ്ങൾ ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ. ഉം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹരിച്ചേട്ടന് ഇപ്പോഴും അറിയില്ല ഞാൻ എന്തിനാ മാറിയെന്ന്. ഞാൻ വേറൊന്നല്ല, ആൾക്ക് വെറുതെ ഇരുന്ന ആളൊക്കെ നല്ല മനുഷ്യനാണ്, നല്ല മെമ്പറാണ്. അത്യാവശ്യം എന്ത് കാര്യത്തിനാണെങ്കിലും ആനക്കാരുടെ കൂടെ നിന്ന് കൈകാര്യം ചെയ്യണ ഒരു മനുഷ്യൻ. പിന്നെ ആള് എന്തെന്ന് പറയുക, നമ്മളായിട്ട് ഇനി അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകണത് വളരെ മോശമല്ലേ. അതും നിരന്തരമായിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ പുള്ളി എന്നാലും പറഞ്ഞു കേട്ടോ, ചേട്ടാ ഇതൊന്നും ഒരു വിഷയമുള്ള കേസല്ല, അവർ പരാതി കൊടുത്തെങ്കിൽ അവർ വന്ന് അന്വേഷിക്കും, അവർ വന്ന് അന്വേഷിക്കട്ടെ, അവർ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുത്തി വിടില്ല, വിഷയമുള്ള കേസല്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മൊത്തത്തിൽ കുറച്ച് നാളായിട്ടേ അതെന്താ പറ്റിയെന്നറിയോ, എല്ലാവർക്കും അറിയാലോ എനിക്ക് ചെറിയൊരു ഡിപ്രഷൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഉറക്കമൊന്നും ശരിയാകാണ്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യം. അതായത് എന്തപ്പം അങ്ങനെ പറയുകയെന്നറിയില്ല, ഭയങ്കര ദേഷ്യം. അത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും ഞാൻ ഈ വയ്യാത്ത ആനകളൊക്കെ നോക്കി നന്നാക്കി എടുക്കുക എന്ന് പറയണത് അത്ര ചെറിയൊരു കാര്യമല്ലല്ലോ, വലിയൊരു കാര്യം തന്നെയല്ലേ ഇന്നത്തെ കാലഘട്ടത്തിലേ. അപ്പം ഞാൻ ഈ ആനകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കും, എന്നെ സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവുന്നവർക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. വേറെ രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ കിടി എന്ന് പറയുന്നതല്ലാണ്ട് വേറെ ആരും അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയണ കേട്ടിട്ടില്ല. ഞാൻ പിന്നെ ഈ ദേഷ്യമൊക്കെ വന്നപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി, ഒരാവശ്യമില്ല. ഞാൻ ഹരിച്ചേട്ടനോട് പറഞ്ഞു. പിന്നെ അത് തന്നെയല്ല, വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു 2011 തല്ലി കേസായിരുന്നു. അത് പിന്നെ അതിൻ്റെ ഒരു എന്താവും എന്നുള്ളത് അറിയാൻ പാടില്ലായിരുന്നു. അപ്പം ഇങ്ങനെ സാക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ല, അവരായിട്ട് സംസാരിച്ചു, ഒത്തുതീർപ്പായി. അപ്പം ആ ടെൻഷൻ മാറി കിട്ടി, മൊത്തത്തിലൊന്നും ഇതായി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പച്ചനും അല്ലെങ്കിൽ അമ്മൻ്റെ വീട്ടുകാരും പറഞ്ഞു തുടങ്ങി, നിനക്ക് എന്താ അത്ര ദേഷ്യം, നീ ആരോടത്ര ദേഷ്യപ്പെടണേ. ശരിയായിരുന്നു, എനിക്കല്ലേ മനസ്സിലായി. അത് ഞാൻ ഈ കുറച്ച് ദിവസം വീട്ടിലിരുന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നമ്മൾ എന്തിനാ വെറുതെ ഈ ആവശ്യമില്ലാത്ത മറ്റേ നമ്മുടെ ജോജു സാറ് പറഞ്ഞ പോലെ സിനിമയിൽ മറ്റേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്തിനാ വലിയൊരു ഇടുന്ന സ്വിച്ചിന് നമ്മൾ കത്താൻ നിൽക്കണേ. എനിക്കത് മനസ്സിലായി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നിർത്തി. പിന്നെ വീഡിയോസുകളൊക്കെ ഇനി ചെയ്യണോ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ കുറേ പ്രാവശ്യം ആലോചിച്ചു. പക്ഷേ 10,000-40,000 ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒരു ദിവസം അത് കൂടി വരികയാണ്. ശരിക്കും പറഞ്ഞാൽ വീഡിയോസുകൾ പോലും ചെയ്യാണ്ട് 3,500-ഓളം സബ്സ്ക്രൈബർ കയറി. വീഡിയോ ചെയ്യാതെ തന്നെ 3,500 പഴയ വീഡിയോസുകൾ കണ്ടിട്ട് കയറി. പിന്നെ ഗൾഫിലുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്, അവർ പറഞ്ഞു ചേട്ടൻ വീഡിയോ ചെയ്യ്, ചേട്ടൻ്റെ അനുഭവങ്ങളും അതില്ലെങ്കിൽ ചേട്ടൻ വന്ന വഴിയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ ഒരു ജീവിതത്തിൽ തന്നെ പല സിറ്റുവേഷനിലും പല രീതിക്കും തകർന്നു പോയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഏറ്റവും തകർച്ചയിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ് ഞാൻ. പിന്നെ എനിക്ക് പുതിയൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിടാനാണെങ്കിൽ ആ ദേവികൃഷ്ണ ആനയെ കെട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പുതിയ കൂട്ടുകെട്ടിട്ടല്ലേ. അല്ലെങ്കിൽ പുതിയ ആനയെ ഞാൻ ചാർജ് എടുത്താനേ. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാനതൊന്നും പഠിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ചെയ്യണമെന്ന് ശരിയല്ല. മാനസികമായിട്ട് നമുക്കൊരു ദുർബലപ്പെട്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആനയമേന്ന് പരമാവധി മാറി നിൽക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ശ്രദ്ധ കിട്ടില്ല. എന്തെങ്കിലും ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബത്തേക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ ആവശ്യമില്ലാത്ത തൊണ്ടി തെറിയുടെ പിന്നാലെയൊന്നും പോവാതെ നമുക്ക് നമ്മുടേതായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസുകളും കാര്യങ്ങളും ചെയ്യാലോ. പിന്നെ എല്ലാവരും നേരിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ചേട്ടാ വീഡിയോ ചേട്ടാ എന്ന് പറയുമ്പോൾ അവർക്കത് ഇഷ്ടം കൊണ്ടല്ലേ. 10 ആൾക്കാരൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ ഇത് 10 ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച ആൾക്കാർ പറയുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, റിപ്ലൈ ചെയ്യാൻ പറ്റണില്ല. മാനസികമായിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യാൻ പറ്റണില്ല. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും കാണും, പക്ഷെ അങ്ങോട്ട് ഒന്നും എനിക്ക് എങ്ങനെയത് ഇതാക്കണ്ടേന്ന് ഒരു പിടി കിട്ടണില്ല. പക്ഷെ ഞാൻ എല്ലാം കൊണ്ട് മാനസികമായിട്ടൊരു തീരുമാനം എടുത്തു. യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഇനിയിപ്പോൾ വലിയൊരു ആന കയറണം എന്നൊരു ആഗ്രഹമുണ്ട്. വലിയ ആന ഏതെങ്കിലും മത്സരിക്കാനോ അങ്ങനെ കൊണ്ട് നടക്കാനോ നല്ല നല്ല പൊട്ടും മുറിവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരു ആന കിട്ടുകയാണെങ്കിൽ സന്തോഷം. കാരണം കുറേ കാലങ്ങളായിട്ട് ഈ വയ്യാത്ത ആനകളെ മാത്രം കൊണ്ട് നടക്കണ ആരും കൊണ്ടായി. എല്ലാവരും കൊണ്ട് നടക്കണ പോലെ എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. വലിയ ആനയെ കൊണ്ട് നടക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു പറമ്പിലേക്ക് കൊണ്ട് നടക്കണം എന്നും ആനകളെ അല്ലെങ്കിൽ നല്ലൊരു ആനേനെയും കൊണ്ട് സദസ്സിലേക്ക് വലിയ ആനയെ കൊണ്ടുവരണം എന്നൊക്കെ ആർക്കും ആഗ്രഹമില്ലാത്ത. പക്ഷെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ വയ്യാത്ത ആനകൾക്ക് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ സക്സസ് ആവാൻ പറ്റിയില്ല. ഏൽപ്പിച്ച ആനകളൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് കൈകാര്യം ചെയ്തൊക്കെ റെഡിയാക്കി കൊടുത്തു. പിന്നെ ഞാൻ ആനപ്പണി നിർത്തി പോയോന്ന് കുറേ ആൾക്കാർക്ക് ഭയങ്കര സംശയമുണ്ട്. ഞാൻ ആനപ്പണി നിർത്തില്ല. ഞാൻ ആനപ്പണി നിർത്തിയിട്ട് ഇനി എവിടെ പോകാനാണ്? ഞാൻ അല്ലാണ്ട് ഇനി വേറെ എന്ത് പണിക്ക് പോയാലും എനിക്കത് വേറെ രീതി ചെയ്യാൻ പറ്റുമോ? ആന അഴിക്കണം, ആന അഴിക്കും. ഇപ്പം എന്തായാലും പുതിയ സർക്കാർ മറ്റേ ഭരണത്തിൽ വന്നിട്ടുണ്ടല്ലോ.
അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്നത് ഒരു സർക്കാർ നമുക്ക് പുതിയ പുറത്തുനിന്നുള്ള ആനകളെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ആനകളെ, അതായത് ഇപ്പോൾ കാട്ടിലെ എണ്ണം കൂടുന്ന കാരണം കൊണ്ടാണല്ലോ ഇത് പുറത്തേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്. അത് എൻ്റെ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കില്ലേ, നല്ല രസമായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാട്ടിലുള്ള ഒരു 5 വയസ്സിന് മേളിലേക്കുള്ള ആനക്കുട്ടി ഒരു 12-15 വയസ്സ് വരെ ഉള്ള ആനകളെ ഒരു 100-150 ആനേനെ പിടിച്ചിട്ട് സർക്കാർ അത് ലേലം ചെയ്യട്ടെ. 2-3 മാസം പണിയൊക്കെ പഠിപ്പിച്ച് സെറ്റാക്കിയതിന് ശേഷം സർക്കാർ ലേലം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടോപ്പ് റേറ്റിൽ ലേലം പിടിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഈ പാമ്പാടി രാജൻ, ഈരാറ്റുപേട്ട അയ്യപ്പൻ അങ്ങനത്തെ ആനകളൊക്കെ കാണാൻ പറ്റും. എന്ത് ഭംഗിയാണെന്നറിയാമോ? ഞാൻ ഇപ്പോൾ ഈ കുറച്ച് ദിവസം മുന്നൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, മൊത്തത്തിലേ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവണതേ. അപ്പം ഞാൻ ആനകളെയൊക്കെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ എന്തൊരു ഭംഗിയാന്ന് പറയുമ്പോൾ ഒരു ആനേനെ കാണാൻ. അവരെയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റപ്പാക്കി. ഇപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ പറയും, വീഡിയോയുടെ അടിയിൽ തന്നെ പറയും, അയ്യോ മിണ്ടാപ്രാണികളാണ്, അവരെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, കാട്ടിൽ നിന്ന് പിടിക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ അത് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഈ ഉത്സവങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര ലക്ഷം ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്ന് അറിയുമോ? നമ്മൾ ചുമ്മാ ഒരു വീഡിയോ വരുമ്പോൾ പറയുമ്പോൾ ഇങ്ങനെ കുറ്റം പറയുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഒരു ഉത്സവത്തിനെ ബന്ധപ്പെട്ടിട്ട് എത്ര ലക്ഷം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? അതായത് ഈ ഒരു സീസൺ മാത്രം ലക്ഷ്യമിട്ടിട്ട് ഈ ടോയ്സ് ഒക്കെ വെക്കുന്ന ആൾക്കാരെ അവർ ഉത്സവങ്ങൾ അങ്ങനെയുള്ള ഫെസ്റ്റിവൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ട് അവർ ജീവിക്കുന്നത്. അലുവ പൊരി സാധനങ്ങൾ അങ്ങനെ. പിന്നെ ഉള്ള പൂരപ്പറമ്പിൽ ഉണ്ടാവുന്ന എല്ലാ സാധനങ്ങളും, മേളക്കാരായിക്കോട്ടെ, ശിങ്കാരിമേള ആയിക്കോട്ടെ, മേള ആയിക്കോട്ടെ, കാര്യങ്ങൾ, കാവടി, തെയ്യം, അത് ഇത് ഇതുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കി നോക്കൂ, എത്ര ലക്ഷം ആൾക്കാരാണ് ഈ ഒരു ഉത്സവത്തിൻ്റെ പേരിൽ ജീവിക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്കൊന്നും ഇതൊന്നും നിർത്തി പോകാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പോൾ പുറത്തുനിന്ന് ഈ ബീഹാർ ആനകളും അങ്ങനെയുള്ള ആനകളൊന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവർ എത്ര നമ്മൾ തിന്നാൻ കൊടുത്ത് നന്നാക്കി നോക്കി കൊണ്ടുവന്നാലും അവരുടെ ആകെ ഗുണം കാണിക്കും. അത് സമയം നമ്മുടെ നാടനാനകളാണ്, കേരളത്തിൽ ജനിച്ചിട്ടുണ്ടായ ആനകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ടെൻഷനില്ല, ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നാടനാനകളാണെങ്കിൽ ഒലിവും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി കൊണ്ടുള്ള ആനകളാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ അധികം ഒന്നും ഉണ്ടാവില്ല. അപ്പം അധികം ഒന്നും ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഈ ബീഹാർ ആനകളൊക്കെ ആയിരിക്കും കൂടുതലും. നാടനാനകൾ വളരെ ആനകളൊക്കെ ഒന്നും തലയ്ക്ക് അങ്ങനെ പൊട്ടി അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. പിന്നെ നമുക്ക് വീഡിയോസുകൾ ഇനി പഴയ പോലെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഈ പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങാനൊക്കെ പോകുമ്പോൾ കുറേ ആനകളെയൊക്കെ കാണാറുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളെ കാണിച്ചു തരട്ടെ. കാട്ടിൽ കയറി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണുന്നതൊക്കെ ഞാൻ നിങ്ങളെ കൂടി കാണിച്ചു തരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ 2-3 പ്രാവശ്യം എടുത്ത് കണ്ടു. ഞാൻ വെറുതെ ചുമ്മാ അവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവർ പിന്നാലെ പറഞ്ഞിട്ട് വെറുതെ അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പുതിയൊരു മനുഷ്യനായിട്ടായിരിക്കും ഇനി ആ ഒരു ആനേനെയും കൊണ്ട് ഇനി വരിക. കാരണം ഞാൻ വിചാരിച്ചിട്ടൊന്നും മാത്രം വിചാരിച്ചാലൊന്നും ഇവിടെ ഒന്നും നന്നാവാൻ പോകില്ല. എനിക്കത് മനസ്സിലായി, സത്യമായിട്ട് മനസ്സിലായി. നമ്മൾ എന്തെങ്കിലും നല്ലത്, അല്ലെങ്കിൽ ഞാനെന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറ്റുള്ള ആൾക്കാരും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളും കൂടി അങ്ങനെയാക്കും. പക്ഷെ എനിക്കത് മനസ്സിലായി, ഇപ്പം അവർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത്. കാരണം അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് അഭിമാനം എന്ന് പറയുന്ന സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം ഇവിടെ ആർക്കും ഇല്ലാത്തത് ഞാനത് തുറന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് കൂടുതൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. അവർക്ക് വേണ്ട ആൾക്കാരെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്. അവരെ ഒക്കെ ഫ്രീ ആയിട്ട് ബാധിക്കാൻ അവർക്ക് വക്കീലന്മാരുണ്ട്. അവർക്ക് ഫ്രീ ആയിട്ട് കേസ് നടത്താൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെല്ലാ കേസുകളും കണ്ടിട്ടില്ല. അവരുടെ കേസുകളൊക്കെ ഫ്രീ ആയിട്ട് വക്കീലന്മാർ വന്ന് വാദിച്ചു കൊടുക്കുകയാണ്. നമുക്കങ്ങനെ വാദിപ്പിക്കാനൊന്നും നമുക്ക് ആൾക്കാരില്ല. ഞങ്ങളൊക്കെ പാവം. അപ്പം ഞാൻ ഈ മറ്റുള്ളവരെ നന്നാക്കാൻ പോലെ പരിപാടിയൊക്കെ നിർത്തി. നമുക്ക് നമ്മുടേതായ പാതയിലേക്കൂടെ നടക്കാം. ഇനി പറയണവരെ അവിടെ നിന്ന് പറയട്ടെ. 10 ആൾക്കാർ എന്തെങ്കിലും കിടി എന്ന് പറഞ്ഞിട്ടൊന്നും എന്നെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. 100 ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പുറത്ത് നമ്മുടെ ഇഷ്ടം പോലെ പിള്ളേരുകൾ പുറത്തേക്കടയൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഞാൻ ഇത്രയും കൊല്ലം ആനപ്പണി ചെയ്തിട്ട് പോലും എനിക്ക് ഇത്ര ആൾക്കാർ എന്നെ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആൾക്കാരുകളൊക്കെ അറിയുന്നുണ്ട്. സന്തോഷം. ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ പോലുള്ള ഒരാൾ ഇപ്പോൾ എന്താ പറയുക, ഇവിടെ വന്നു, തൃശ്ശൂർ ജില്ലയിൽ വന്നു, കാലടി എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിൽ വന്നു. അത്യാവശ്യം ആനക്കാരെ നല്ല ആനക്കാരുടെയൊക്കെ ഇടയിലൊക്കെ നിന്ന് വളർന്ന് അത്യാവശ്യം ആനകളെയൊക്കെ അഴിച്ച് കെട്ടി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഒരു ആനക്കാരൻ എന്നുള്ള ഒരു ലേബലിലേക്ക് നമ്മളെത്തി. ഇത്രയൊക്കെ തന്നെ നമ്മളും ആഗ്രഹിച്ചിട്ടുള്ളൂ. കൂടുതലൊന്നും നമ്മളും ആഗ്രഹിച്ചിട്ടില്ല. ഇനി നല്ല ആന കയറണം, വലിയ ആനകൾ കയറണം നല്ല ആഗ്രഹമാണ്. ഇനി വലിയ ആനകളെ നോക്കിയിട്ട് കയറാം. വലിയ ആന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഗ്രഹമാണ്. അത് നല്ല ഏതെങ്കിലും വലിയ ആന കൊണ്ട് നടക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പം മാതാവ് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കട്ടെ.
പിന്നെ ഞാൻ ഇനി അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയില്ല കേട്ടോ. പിന്നെ എൻ്റെ ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഞാൻ കുറച്ചു പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാർ വരെ പറഞ്ഞു, അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി ചിരയ്ക്ക് അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആവശ്യമില്ലാത്ത ദേഷ്യം കാട്ടിയ. പിന്നെ വീഡിയോസുകൾ ചെയ്യണം, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ പറഞ്ഞു ചേട്ടാ ചെയ്യണം, വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ചെയ്തേക്കാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എല്ലാവരും സാദരം മറ്റുള്ള എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്ന കുറച്ച് മിസ്റ്റേക്ക്, അത് എനിക്ക് ചെറിയൊരു ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് വരുന്ന കാര്യങ്ങളാണെന്ന് പിന്നെ ആ വീഡിയോ കാണുമ്പോഴാണല്ലോ നമുക്ക് ഇതാക്കണത്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാര്യങ്ങൾ, വേറെ ഒന്നുമില്ല. അപ്പം ഇനി അടുത്ത ദിവസങ്ങളൊക്കെ തൊട്ടിട്ട് നമുക്ക് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ആ KR ശിവപ്രസാദാന നാടനാനയാണല്ലോ. നാടനാനകളൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, അവരെ നമുക്ക് വിശ്വസിച്ച് കൊണ്ടുനടക്കാം. അവർ നമുക്ക് സീറ്റിംഗ് ആയി കിട്ടാനുള്ള പാടുള്ളൂ. സീറ്റിംഗ് ആയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ വെല്ലാനൊരു ആനയില്ല, നമ്മുടെ ദേഹത്തിൽ ഈച്ച വന്നിരിക്കില്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. ബീഹാർ ആനകളും മറ്റേ നാടനാനകളെ കുറിച്ചിട്ടുള്ളത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാവും. നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ഒരു മനുഷ്യനല്ലേ, കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ കരുതി കൂട്ടിയിട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ഉണ്ടാവണ ഒരു മനുഷ്യൻ അത്ര തന്നെയുള്ളൂ എനിക്കും. അപ്പോൾ ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ പയ്യൻ്റെ ഒരു കാര്യം കൂടി പറയുവാണേ. തുരുത്തി വിഷ്ണു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല പയ്യൻ, നമ്മുടെ പയ്യൻ. അവൻ ആ ടിക്ടോക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ ഉള്ള കാലം തൊട്ടിട്ട് ഒരുപാട് വീഡിയോസുകൾ ചെയ്യാറ്. ഞാനൊക്കെ അവൻ്റെ വീഡിയോ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവന് ആ കൂട്ടുകാരനാണ്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ അവനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, തുരുത്തി വിഷ്ണു എന്ന് പറഞ്ഞ ചാനലിൻ്റെ പേര്. അപ്പോൾ എനിക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഒരു അനിയൻ ചെറുക്കനല്ലേ, അപ്പം നമുക്ക് ഒരു ചാനലുണ്ട്, നമുക്ക് ഇത്രയധികം ആൾക്കാർ നമ്മുടെ ചാനൽ കാണണമല്ലേ. അവൻ്റെ ആനയുടെ ചാനൽ തന്നെയാണ്. അപ്പം നിങ്ങൾ എന്തോരം ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യണത്, അപ്പോൾ അവൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു പാവം പയ്യനല്ലേ, അപ്പോൾ അവനും ആഗ്രഹം കൊണ്ട് ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞു വന്നല്ലേ. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എല്ലാവർക്കും സപ്പോർട്ടായിട്ട് ചെയ്ത് കൊടുക്കുക എന്നാണ്. അപ്പോൾ ആനക്കാർക്കാണെങ്കിലും കൂട്ടുകാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. എന്തെങ്കിലും ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നാൽ എൻ്റെ അടുത്ത് വന്നാൽ അവർക്ക് ഞാൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് വിടാറുണ്ടായിരുന്നുള്ളൂ ഇത്രയും കാലം വരെ. നാളെ തൊട്ടിട്ട് ചിലപ്പോൾ ഞാൻ അങ്ങനെ ആവണമെന്നില്ല, കാരണം എൻ്റെ ചിന്താഗതികളെല്ലാം തെറ്റാ. ഞാൻ ചിന്തിക്കണത് തെറ്റാ. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അത് ഉള്ളിലിട്ടിട്ട് അത് ആ സമയം വരുമ്പോൾ അവർക്കെതിരെ പ്രതികരിക്കണം. നമുക്കങ്ങനെ അറിയില്ല. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ്. അങ്ങനത്തെ ഈ രണ്ട് ഇത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. സ്നേഹമാണെങ്കിൽ സ്നേഹം, വെറുപ്പാണെങ്കിൽ വെറുപ്പ്, ഇത് രണ്ടും അറിയുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഒരു കള്ളത്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കും, കാരണം ഞാൻ ഇനി തൊട്ട് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. വിഷ്ണുവിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ അവൻ തന്നെ അറിയണേ, ബിനിച്ചേട്ടാ അത് പറഞ്ഞല്ലോ എന്ന് തോന്നുമ്പോൾ അവൻ്റെ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, അത് മതി. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ. അടുത്ത വീഡിയോസായിട്ട് കാണാം. നല്ല നല്ല വീഡിയോസുകൾ ചെയ്യാം. നിങ്ങൾക്ക് കേൾക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാം. പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ ആ ആനേനെ അഴിക്കാൻ പോകണം, ഈ ആനേനെ അഴിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു ആനേനെ അഴിക്കാൻ പോകുന്നില്ല കേട്ടോ. ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നെ ആരും വിളിച്ചിട്ടില്ല. ആദ്യം ആൾക്കാർ പറയും, ഞാൻ ഒരു ആനേനെ അങ്ങ് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നെ കാറായിട്ട് വന്നിട്ട് വിളിക്കാൻ ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കണം എന്നൊക്കെ പറയും. ഇന്നത്തെ കാലത്ത് അതൊന്നും വരില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ആരും വിചാരിച്ചും പ്രതീക്ഷിച്ചിരിക്കുകയും വേണ്ട, കാരണം അതിനുള്ള ആനകളില്ല. ഉള്ള ആനക്കാരാണെങ്കിൽ ആനമേന്ന് മാറില്ല. അപ്പം ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇരുന്ന് പറയാൻ പറ്റും. ഒരു ആനയെ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത ആനേനെ വിളിക്കാൻ, എന്നെ അവിടെ വിളിക്കുന്നുണ്ട്, എന്നെ ഇവിടെ വിളിക്കുന്നുണ്ടെന്നൊക്കെ ചുമ്മാ പറയാനേ പറ്റുള്ളൂ. ഒരാളും ആരെയും വിളിക്കില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ വിളിക്കില്ല. ഇനിയിപ്പോൾ നാളെ ഏതെങ്കിലുമൊക്കെ ഒരാൾക്കാർക്ക് അറിയാമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ആനയെ നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ ഇതുണ്ടാവും. ഒരു ആന ഇല്ലാതിരുന്ന അവരൊന്നും പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യില്ല. അത് ശരി തന്നെയാണ്, വളരെ കറക്റ്റ് കാര്യം അത്. ആന ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ തോളത്ത് കൈയിടാണ്ട്. ആന ഇല്ലെങ്കിൽ ആർക്ക് വേണം നമ്മളെ, ഒരു മനുഷ്യന് വേണ്ട. പക്ഷേ ഇതിലെനിക്കൊരു വ്യത്യാസതയുണ്ട്. എനിക്ക് ആന ഉണ്ടെങ്കിലും ആന ഇല്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വർഷങ്ങളായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ നിരന്തരമായിട്ട്, എന്നെ ഒരു മെസ്സേജ് കണ്ടാൽ ഞാൻ അതിന് തിരിച്ച് റിപ്ലൈ ചെയ്താൽ അവർക്ക് അത് ചെന്നില്ലെങ്കിൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവും. നിരന്തരമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഇന്നും നമ്മുടെ കൂടെ തന്നെയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പുതിയ കൂട്ടുകെട്ട് ഇടാനാണെങ്കിൽ അതിന് പിറ്റേ ദിവസം തന്നെ നമ്മളൊരു ആനപ്പണി നമുക്ക് ശരിയാക്കാമായിരുന്നു. പക്ഷെ അപ്പോൾ അതിനുള്ളൊരു മൂടല്ല. ഇനി ഒന്ന് ഒതുങ്ങി കുറച്ച് നാളൊന്ന് ഇരുന്ന് 2-3 മാസം എന്തായാലും ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ നോക്കുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.
അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടിരിക്കട്ടെ. എല്ലാ കൂട്ടുകാർക്കും അനിയന്മാർക്കും ടാറ്റ.